എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജിത. ഡോക്ടർ രഞ്ജിതാസ് വെൽനസ് മുട്ടത്തറ ട്രിവാൻഡ്രം. പലരുടെയും സംശയമാണ് TSHന്റെ അളവ് ബ്ലഡിൽ ഉയർന്നു നിൽക്കുമ്പോൾ അതെങ്ങനെയാണ് ഹൈപ്പോ തൈറോയിഡിസം ആവുന്നത്, അത് ഹൈപ്പറിലോട്ടല്ലേ വരേണ്ടതെന്നുള്ളത്. എന്താണ് ഹൈപ്പോ തൈറോയിഡിസം, എങ്ങനെയാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് പറയാം. അതായത് നമ്മൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് അല്ലെങ്കിൽ ഒരു ഓർഗനാണ് തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി. നമ്മുടെ കഴുത്തിൻ്റെ 2 വശങ്ങളിലായിട്ട് ബട്ടർഫ്ലൈ ഷേപ്പിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി. അപ്പോൾ ഈ ഒരു തൈറോയ്ഡ് ഗ്ലാൻഡിൽ ഉൽപ്പാദിക്കപ്പെടുന്ന 2 ഹോർമോണാണ്, ഒന്ന് T3, മറ്റൊന്ന് T4. അപ്പോൾ എപ്പോഴാണോ തൈറോയ്ഡ് ഗ്ലാൻഡിൽ ഈ T3യുടെയും T4ൻ്റെയും അളവ് കുറഞ്ഞു വരുന്നത്, ആ സമയത്ത് നമ്മുടെ ബ്രെയിനിലെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഒന്നൊരു വാർണിംഗ് സൈൻ പോലെ TSHൻ്റെ അളവ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ TSH എന്ന് പറയുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണത്, തൈറോയ്ഡ് ഹോർമോൺ അല്ല. അപ്പോൾ എപ്പോഴാണോ ഈ ഒരു T3, T4ൻ്റെ അളവ് കുറയുന്നത്, ആ സമയത്ത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നും TSHൻ്റെ അളവ് കൂടുതലായിട്ട് സെക്രീഷൻ നടക്കുന്നു. അതൊരു വാർണിംഗ് സൈൻ എന്നുള്ള രീതിയിലാണ് അത്രയും സെക്രീഷൻ കൂടുതലായിട്ട് വരുന്നത്. അതാണ് ഹൈപ്പോ തൈറോയിഡിസം എന്ന് നമ്മൾ പറയുന്നത്, അതായത് T3, T4ൻ്റെ അളവ് കുറവ്. ഇനി ഹൈപ്പർ തൈറോയിഡിസിലാവട്ടെ, ഈ ഒരു സമയത്ത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നും TSHൻ്റെ അളവ് കുറയുന്നതായിട്ട് കാണുന്നു. അപ്പോൾ ഹൈപ്പർ തൈറോയിഡിസിൽ TSHൻ്റെ അളവ് വളരെ കുറവും T3, T4ൻ്റെ അളവും കൂടുതലും ആയിരിക്കും. അതാണ് ഹൈപ്പോ ആൻഡ് ഹൈപ്പർ തൈറോയിഡിസം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു തൈറോയ്ഡ് രോഗം വരുന്നത്, എന്തുകൊണ്ടാണ് ഈ ഹോർമോണിലെ വേരിയേഷൻസ് വരുന്നത് എന്നുള്ളത് മിക്കവരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക, എന്തുകൊണ്ടാണ് നമുക്ക് തൈറോയ്ഡ് രോഗം വന്നു എന്നുള്ളത്. അതിൽ പ്രധാനമായിട്ടും നമുക്ക് തൈറോയ്ഡ് ഗ്ലാൻഡിൽ എന്തെങ്കിലും നൊഡ്യൂൾസ്, അതായത് ചെറിയ ചെറിയ മുഴകൾ ഉണ്ടെങ്കിൽ അത് മൂലം നമുക്ക് T3, T4ൻ്റെ അളവ് കുറയാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തൈറോയ്ഡ് ഗ്ലാൻഡിൽ ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്ന ഒരു തരം ഓട്ടോ ഇമ്യൂൺ തൈറോയ്ഡ് രോഗം ഉണ്ടെങ്കിൽ അത് നമുക്ക് ബ്ലഡ് ടെസ്റ്റിലൂടെ ആൻറ്റി-TG, ആൻറ്റി-ടിപ്പോ എന്ന് പറഞ്ഞ 2 ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. ഇനി അതല്ല, നമുക്ക് പെട്ടെന്നൊരു വെയിറ്റ് ഗെയിൻ നമുക്ക് വരും, നമ്മുടെ ശരീരഭാരം അധികമായിട്ട് പെട്ടെന്ന് കൂടി, നമുക്കിനി ഫാറ്റി ലിവർ ഡിസീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫാറ്റി ലിവറിൻ്റെ ഗ്രേഡ് ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലോട്ട് മാറുന്നുണ്ടെങ്കിൽ എന്നൊക്കെ നമുക്ക് ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടാവാൻ അതൊരു പ്രധാന റീസണാണ്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഇൻസുലിൻ റെസിസ്റ്റൻസ് പ്രശ്നങ്ങൾ, അതായത് നമുക്ക് ഷുഗർ രോഗം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ പ്രമേഹത്തിൻ്റെ തുടക്കത്തിലുള്ള എന്തെങ്കിലും സ്റ്റേജിലാണോ, നമ്മൾ പ്രീ ഡയബറ്റിക് എന്ന് പറയും, ഈ ഒരു അവസ്ഥയിലൊക്കെ നമ്മൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് തൈറോയ്ഡിൽ വേരിയേഷൻസ് വരാൻ അതൊരു പ്രധാന കാരണമാണ്. നേരത്തെ പറഞ്ഞല്ലോ, അമിതവണ്ണം, പെട്ടെന്ന് നമ്മൾ വെയിറ്റ് ഗെയിൻ ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും അതും നമുക്ക് ഒരു റീസണാണ്. എന്ത് തരം ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അത് നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിനെ എഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു റീസണാണ് എന്നുള്ളത് നിങ്ങൾ മറക്കാണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തൈറോയ്ഡ് രോഗം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അസോസിയേറ്റഡ് ആയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ടിട്ടാണോ വന്നതെന്നുള്ളത് കൺഫേം ചെയ്യേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതൊരു ഓട്ടോ ഇമ്യൂൺ തൈറോയ്ഡ് രോഗമാണ് ഈ ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്നത്. പലരും ഇഗ്നോർ ചെയ്യുന്നൊരു അവസ്ഥയാണ്, പലർക്കും അറിയില്ല അതെന്താണ് എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ തൈറോയ്ഡ്, ഹൈപ്പോ തൈറോയിഡിസിന് നമുക്കുണ്ടാവുന്ന അതേ സിംറ്റംസ് തന്നെയായിരിക്കും നമുക്ക് ഈ ആൻറ്റിബോഡീസ് കൂടുമ്പോഴും ഉണ്ടാവുന്നുള്ളത്. ഓക്കെ, ഹൈപ്പോ തൈറോയിഡിസിൽ നമുക്ക് എന്തൊക്കെ സിംറ്റംസ് ആണ് ഉണ്ടാവുന്നുള്ളത് നോക്കാം. നമുക്ക് അമിതമായിട്ടുള്ള ക്ഷീണം ഉണ്ടാവുക, അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിലുണ്ടാവുക, നമുക്ക് സഹിക്കാൻ പറ്റാത്ത വിഷമം വരിക, അതുപോലെ തന്നെ മൂഡ് സ്വിങ്സ്, സ്ട്രെസ്സ്, ആൻസൈറ്റി, നമ്മളെപ്പോഴും ഡള്ളായിരിക്കുന്ന ഒരവസ്ഥ, നമുക്ക് ഒട്ടും എനർജി ഇല്ല, ഒന്നും ചെയ്യാനുള്ള താല്പര്യമില്ല, മടി ആയിട്ട് കൂടുന്ന ഒരവസ്ഥ വരിക. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ഉറക്കത്തൂക്കം ഉണ്ടാവുക, അതുപോലെ തന്നെ പീരിയഡ്സ് അബ്നോർമാലിറ്റീസ്, അത് നമ്മൾ 2 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ 40 ദിവസം കൂടുമ്പോഴൊക്കെ ആയിരിക്കും നമ്മുടെ പീരിയഡ്സ് വരുന്നത്. വന്നാലും ഫ്ലോ വളരെ കുറയുന്നൊരവസ്ഥ, നമുക്ക് ശരീരത്തിന് ചൂട് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ, അതുപോലെ തന്നെ തണുപ്പും ഒത്തിരി സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ വരിക, അതുപോലെ തന്നെ കൈകാല് മരവിപ്പ്, മുഖത്തൊക്കെ ഒരു പഫിനെസ് വരിക, അതുപോലെ ശരീരത്തിലെ നീർക്കെട്ട് കൂടുതലായിട്ട് അനുഭവിക്കുക, ശരീരവേദന കൂടുതലായിട്ട് വരിക, ബാക്ക് പെയിൻ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവുക. ഇതൊക്കെയാണ് നമ്മൾക്ക് തൈറോയ്ഡ്, ഹൈപ്പോ തൈറോയിഡിസിന് നമുക്ക് ഉണ്ടാകുന്ന സിംറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈപ്പർ തൈറോയിഡിസിനാവട്ടെ നമ്മളുടെ വെയിറ്റ് വല്ലാണ്ട് കുറഞ്ഞു വരിക, നമ്മുടെ ഹാർട്ട് ബീറ്റ്സ്, ഹാർട്ട് പാൽപിറ്റേഷനൊക്കെ പുറമേ കേൾക്കുന്ന ഒരവസ്ഥ, അധികമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടുക, അതുപോലെ തന്നെ ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ, ഉറക്കക്കുറവ് അനുഭവപ്പെടുക, അതുപോലെ തന്നെ മൂഡ് സ്വിങ്സ്, അരിശം, ദേഷ്യം ഒക്കെ നമുക്ക് കൂടുതലായിട്ട് തോന്നുന്നൊരു പ്രശ്നങ്ങളുണ്ടാവും. ഇതൊക്കെയാണ് ഹൈപ്പർ തൈറോയിഡിസിന് പ്രധാനമായിട്ടും കണ്ടുവരുന്ന സിംറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഹൈപ്പർ ആണെങ്കിൽ നമ്മൾ കൂടിക്കഴിഞ്ഞാൽ അതൊരു ഗ്രേവ്സ് ഡിസീസ് എന്ന് പറഞ്ഞൊരു അവസ്ഥയിലോട്ടൊക്കെ മാറാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ തൈറോയ്ഡ് രോഗം അവഗണിക്കാതെ എന്തുകൊണ്ട് വന്നു, നമ്മളുടെ തൈറോയ്ഡ് ഇപ്പോൾ ഏത് റേഞ്ചിലാണ് വാല്യൂസ് നിൽക്കുന്നതെന്നുള്ളതൊക്കെ കണ്ടുപിടിക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ്, പലർക്കും അതിനെക്കുറിച്ച് വളരെ അറിവില്ല.
അത് എന്ന് പറയുന്നത് ഒരു ഓട്ടോഇമ്യൂൺ അസുഖമാണ്. അതായത് നമ്മളുടെ തൈറോയ്ഡ് ഗ്ലാൻഡിനെ നമ്മുടെ പ്രതിരോധ ശേഷി വന്ന് അറ്റാക്ക് ചെയ്യുന്നൊരവസ്ഥയാണ് ഈ ഒരു ഓട്ടോഇമ്യൂൺ അസുഖം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ അവസ്ഥയിൽ നമുക്ക് ഈ തൈറോയിഡിനുണ്ടാകുന്ന എല്ലാ സിംറ്റംസും നമുക്ക് ഉണ്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈപ്പോതൈറോയിഡിസിന് ഉണ്ടാകുന്ന സിംറ്റംസ് ഒക്കെ നമുക്ക് ഈ ഒരു ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് അസുഖത്തിൽ നമുക്ക് പ്രസൻ്റ് ആയിരിക്കും. അതും നിങ്ങൾ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി 2 ബ്ലഡ് ടെസ്റ്റുകളാണ് ഉള്ളത്. ഒന്ന് ആൻറ്റി-TG, മറ്റൊന്ന് ആൻറ്റി-TPO. ആൻറ്റി-TPO എന്ന് പറഞ്ഞാൽ തൈറോയ്ഡ് പെറോക്സിഡേസ് എൻസൈം എന്ന് പറയും. ഇതിൻ്റെ വാല്യൂ കറക്റ്റായിട്ട് വരാനുള്ളത് 34ന് ഉള്ളിലോട്ട് നിൽക്കണം. അതിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആൻറ്റിബോഡിയുടെ അളവ് കൂടുതലാണെന്നാണ് അർത്ഥം. ഇനി ആൻറ്റി-TG ആവട്ടെ, തൈറോഗ്ലോബുലിൻ ആൻറ്റിബോഡി, ഇതൊരു തരം പ്രോട്ടീനാണ്. ഇതും അളവിൽ കൂടുതൽ നമുക്ക് ആയിക്കഴിഞ്ഞാൽ ഇത് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതായത് അതിൻ്റെ നോർമൽ റേഞ്ച് വരാനുള്ളത് 115 അതിൽ കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ചില ലാബുകൾ റെഫറൻസ് റേഞ്ച് ചിലപ്പോൾ മാറി കാണിക്കാറുണ്ട്. പൊതുവേ നമ്മൾക്ക് ഈ ഒരു റേഞ്ചിലാണ് ആൻറ്റിബോഡീസ് നോർമലായിട്ട് വരാനുള്ളത്. അപ്പോൾ ഈ ആൻറ്റിബോഡീസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ പറ്റും. തീർച്ചയായിട്ടും അത് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണ്. നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ഇത്രയും സിംറ്റംസ് വരുമ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് എടുത്ത് നോക്കും. നമ്മൾ TFT, തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ആയിരിക്കും നോക്കുന്നത്. അതിനകത്ത് TSH, T3, T4 ഉണ്ടായിരിക്കും. അത് നമ്മൾ നോക്കുമ്പോൾ അതെല്ലാ വാല്യൂസും നോർമൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും തൈറോയ്ഡ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കും. പക്ഷേ നമ്മൾ ആൻറ്റിബോഡീസ്, ആൻറ്റി-TG, ആൻറ്റി-TPO എന്നുള്ള 2 ബ്ലഡ് ടെസ്റ്റും കൂടെ ചെയ്ത് നോക്കി അത് കൺഫേം ചെയ്യുക തൈറോയ്ഡ് ഇല്ല എന്നുള്ളത്. കാരണം ഇത് കൂടുതലായിട്ടും പാരമ്പര്യമായിട്ട് വരുന്നൊരു തൈറോയ്ഡ് രോഗമാണ്. നമ്മുടെ വീട്ടിൽ അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും തൈറോയ്ഡ് രോഗം സഹോദരങ്ങൾക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് TSHും T3, T4 മാത്രം പോരാ, ആൻറ്റിബോഡീസും കൂടെ ചെയ്ത് അത് കൺഫേം ചെയ്യുക ഇല്ല എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് പരിഹരിക്കാൻ പറ്റുക എന്നുള്ളത് പറയാം. അതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഒരു 4 കാര്യങ്ങളാണ്. 4 മിനറൽസാണ് അത് നമ്മൾ കൊടുക്കുന്നത്. ഒന്ന് സിങ്കാണ്, മറ്റൊന്ന് സെലീനിയം ആണ്, മറ്റൊന്ന് അശ്വഗന്ധ ആൻഡ് അയഡിൻ. അശ്വഗന്ധ എന്ന് പറഞ്ഞൊരു ഹെർബാണ്, ബാക്കിയൊക്കെ മിനറൽസ് ആണ്. ഈ ഒരു കോമ്പിനേഷൻ ഒരു 3 months എടുക്കുമ്പോൾ തന്നെ നമ്മൾ ആൻറ്റിബോഡീസ് കുറഞ്ഞു വരുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഹൈപ്പോതൈറോയിഡിസം ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ, TSH ഒക്കെ നല്ല വാല്യൂസ് കൂടുതലാണ് കാണിക്കുന്നത്, 10ലും 20ലും കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആൻറ്റിബോഡീസ് കുറയ്ക്കാൻ വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യരുത്. ഹോർമോൺ ടാബ്ലറ്റ്സുകൾ കറക്റ്റായിട്ട് കഴിക്കണം. അതിപ്പോൾ തൈറോനോം, തൈറോക്സിൻ പോലുള്ള അത് നിങ്ങളുടെ ഫിസിഷ്യനെ കണ്ടിട്ട് എത്ര ഡോസ് വേണമെന്നുള്ളത് അതിനനുസരിച്ച് നിങ്ങൾ കഴിക്കാവുന്നതാണ്. വെറും വയറ്റിൽ എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കണം. കൂടെ ആൻറ്റിബോഡീസ് കൂടുതലുണ്ടെങ്കിൽ ഈ ഒരു ഹോർമോൺ, ഈ ഒരു മിനറൽസും കൂടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഹൈപ്പോതൈറോയിഡിസം പോലെ തന്നെ ആൻറ്റിബോഡീസിനെ കുറച്ചുകൊണ്ട് വരാൻ പറ്റും. സിംറ്റംസ് ഒക്കെ നമുക്ക് പാടെ മാറ്റാൻ പറ്റും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കാരണമാണ് തൈറോയ്ഡ് വന്നതെന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് പ്രീ ഡയബറ്റിക് ആണ്, നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് പ്രശ്നങ്ങൾ നമുക്കുണ്ട്, അമിതമായിട്ട് പെട്ടെന്ന് നമ്മൾ തടി വെച്ചു, അല്ലെങ്കിൽ ഫാറ്റി ലിവർ നമ്മൾക്കുണ്ട്, അത് കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് ഇത്രയും കാര്യങ്ങൾ, ഈ 4 കാര്യങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അതുണ്ടെന്നുണ്ടെങ്കിൽ ലോ കാർബ് ഡയറ്റ് എടുക്കുക, അരിയാഹാരത്തിൻ്റെ അളവ് മാക്സിമം കുറയ്ക്കുക, പ്രോട്ടീൻ്റെ അളവ് മാക്സിമം കൂട്ടുക. അങ്ങനെ കൂട്ടി എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് എല്ലാം നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും. ഈ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് മാറുന്നതിനനുസരിച്ച്, വെയിറ്റ് കുറയുന്നതിനനുസരിച്ച് തൈറോയ്ഡിൽ എന്തായാലും ചേഞ്ചസ് വരും. തൈറോയ്ഡ് ഹോർമോൺസ് നോർമലിലോട്ട് വരികയും നോർമലായിട്ട് ഫങ്ഷൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും. ആയതിനാൽ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പം മിനറൽസിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. സിങ്ക്, സെലീനിയം, അയഡിൻ, അശ്വഗന്ധയാണ് ആ ഒരു കോമ്പിനേഷൻ നമ്മൾ കൊടുക്കുന്നത് ആൻറ്റിബോഡീസ് കുറയ്ക്കാനായിട്ട്. ഇത് കറക്റ്റായിട്ട് എടുത്തു കഴിയുമ്പോൾ തന്നെ വ്യത്യാസം വരും. അതുപോലെ തന്നെ വൈറ്റമിൻ ഡി വളരെ പ്രധാനമാണ്. വൈറ്റമിൻ ഡി എപ്പോഴും ഒരു 50ന് മുകളിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആർക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്താലും 10നും 20നും ഇടയിലൊക്കെ കാണുന്നുള്ളൂ. അത് വളരെ വളരെ കുറവാണെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. കുട്ടികൾക്കായാലും അങ്ങനെ തന്നെയാണ്. സോ നമ്മൾ വൈറ്റമിൻ ഡി ഒരു 1000 ആണെങ്കിൽ നമുക്ക് ഡെയിലി ഡോസിലെടുക്കാം. 60,000ൻ്റെ കിട്ടും. 60,000 IU ആണെങ്കിൽ നമുക്ക് വീക്ക്ലി വൺസ് വെച്ച് എടുക്കാവുന്നതാണ്. ഒരു 8 ആഴ്ച എടുക്കണം. അതിനുശേഷം എല്ലാ മാസത്തിലും ഒരെണ്ണം വെച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 30-ലാണെന്നുണ്ടെങ്കിൽ 30-ൽ മെയിൻറ്റെയിൻ ആവും. 50 നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ 50-ൽ മെയിൻറ്റെയിൻ ആക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നതാണ്. സോ ഇടയ്ക്കിടയ്ക്ക് ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും വൈറ്റമിൻ ഡി ചെക്ക് ചെയ്ത് നോക്കേണ്ടതും അത്യാവശ്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തൈറോയ്ഡ് രോഗം നന്നായിട്ട് കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കുന്നതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.